കോൺഗ്രസ് എത്രത്തോളം അപ്രസക്തമാണ് ബീഹാറിൽ എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അജിംസിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് VR അനൂപിനോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, കോൺഗ്രസിൻ്റെ ബീഹാറിലെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേരെന്ന് പറയുന്നത്? സീരിയസ്ലി എനിക്കറിയില്ല. എനിക്കറിയില്ല മിഥുൻ. അനൂപിന് അറിയില്ല. അനൂപ് പറയും. അല്ല, നിങ്ങൾ പറഞ്ഞോ. അതാണ് അത്രേ ഉള്ളൂ. കോൺഗ്രസ് അദ്ദേഹം ഇവിടെ നടത്തിയ വാചക കസരത്തിന്റെ ഒന്ന് പറയാം. കോൺഗ്രസിൽ ശ്രീ അനൂപ് പറയാം. 29 ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും PCC പ്രസിഡന്റുമാരുടെ പേര് ചോദിച്ചുള്ള പരീക്ഷ എന്നല്ലോ ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് മാത്രമാണ് അനൂപ്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, മറ്റേ സംസ്ഥാനത്ത് ഛത്തീസ്ഗഡില് അത്രേ ഉള്ളൂ കോൺഗ്രസ് ബീഹാറിൽ. മനസ്സിലായില്ലേ? ഇവിടെ ഇരുന്ന് ബീഹാറിന് വേണ്ടി സംസാരിക്കുന്ന അനൂപിന് പോലും അത്രേ ഉള്ളൂ കോൺഗ്രസ് ബീഹാറിൽ. അപ്പൊ താങ്കൾ എവിടെ ഇരുന്ന് വാചക കസരത്ത് നടത്തിയിട്ട് കാര്യമില്ല. ബീഹാറിൽ കോൺഗ്രസ് അപ്രസക്തമാണ്. അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പേര് കാണാതെ അറിയാവോ എല്ലാവർക്കും? അല്ല, എല്ലാ സ്റ്റേറ്റിലും വേറെ കാര്യമാണ്. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പേര് കാണാതെ അറിയാവോ? ചോദ്യം ചോദിക്കൂ. ഞാൻ ചോദിച്ചോളൂ നേരത്തെ. അല്ല, അറിയില്ല. പക്ഷെ ബീഹാറിലെ ഇലക്ഷൻ നടന്നത്, ഇലക്ഷൻ നടന്ന സംസ്ഥാനത്തിലെ പ്രസിഡന്റിന്റെ പേര് പോലും അറിയാതെയാണ് അനൂപ് ഇവിടെ വന്നിട്ട് BJP കുറ്റം പറയുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ വിഷയം അവിടെ ഇരിക്കട്ടെ. അപ്പം ഇലക്ഷൻ നടന്ന സംസ്ഥാനത്തെ പ്രസിഡന്റിന്റെ പേര് പോലും താങ്കൾക്ക് അറിയില്ല. അപ്പൊ താങ്കൾ ഇവിടെ വന്നിട്ട് വലിയ വാചക കസരത്ത് നടത്തിയിട്ട് ഇവിടെ എന്തോ വലിയ അട്ടിമറി നടന്നു, ഇവിടെ എന്തോ വലിയ പ്രശ്നം നടന്നു, ഇവിടെ എന്തോ വോട്ട് കൊള്ള നടന്നു, ഇത് കുറെ കാലമായി പറയല്ലേ, ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകള്. അപ്പൊ അനൂപേ ഒന്ന് കേൾക്കൂ, ഇനി കേൾക്കൂ. അനൂപിന് ഉത്തരം അറിയോ? അനൂപിന് ഉത്തരം അറിയാൻ പറയും. ഞാൻ സമയം തരാം. ഞാൻ എന്റെ സമയം തരികയാണ്. പറയൂ. പറയൂ. ഞാൻ ഉന്നയിച്ച പേര് പറയും. ഞാൻ പേരല്ലേ ചോദിച്ചു. അല്ല, ഞാൻ ഡയറക്റ്റ് പേര് ചോദിച്ചാൽ വേറെന്തേ പറയോ? പേര് ചോദിച്ചാൽ പേര് പറയും. അല്ല, പേര് ചോദിച്ചാൽ പേര് പറയാനോ? വേറെന്തേ പറയാം? എനിക്ക് അറിയില്ലാന്ന് കൂട്ടിക്കോ. ബീഹാറിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ ഇത്രയും നേരം വാചക കസരത്ത് നടത്തിയിട്ട് ബീഹാറിൽ വലിയ വോട്ട് ചോരി നടന്നു, ബീഹാറിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ താങ്കൾക്ക് അവിടുത്തെ ഒന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് മാത്രമാണ് ചോദിച്ചത്. താങ്കളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയ പരാജയമാണ്. ആർക്കും അറിയില്ല, അനൂപിന് പോലും അറിയില്ല. ബീഹാറിലെ BJP അധ്യക്ഷന്റെ പേര് ഫോൺ നോക്കാൻ പറയാൻ പറ്റുമോ? ഈ 65 ലക്ഷം ദിലീപ് ജയ്സ്വാൾ എന്നാണ് പേര്. BJP അധ്യക്ഷന്റെ പേര് ദിലീപ് ജയ്സ്വാൾ. എന്താ? 65 ലക്ഷം വോട്ടുകളോട് വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടേ. ഇനി എന്റെ പോയിന്റിലേക്ക് വരാം. അപ്പൊ ബീഹാറിൽ കോൺഗ്രസ് എത്രത്തോളം അപ്രസക്തമാണ് എന്ന് താങ്കൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്ന കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അജിംസെ, ഇവിടെ നിങ്ങൾ ബീഹാർ ഇലക്ഷന്റെ മുമ്പ് ഒരു വലിയൊരു പ്രസ്താവന നടത്തി. എന്താ പറയുക, ഹരിയാനയിൽ വോട്ട് ചോരി, രാഹുൽ ഗാന്ധിയുടെ PPT വരുന്നു, രാഹുൽ ഗാന്ധി പ്രസന്റേഷൻ നടത്തുന്നു. ഇത് കാണുന്ന സാധാരണക്കാർക്ക്, അജിംസ്, ഇത് സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാവുന്നു. തോൽക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഈ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തൽ എന്നൊക്കെ പറയില്ലേ, അതാണ് കോൺഗ്രസ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനിയെങ്കിലും അനൂപിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ദേശീയ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഒരു പൂർണ്ണ പരാജയമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആക്ച്വലി ഈ രാജ്യത്തൊരു പ്രതിപക്ഷം വേണമെന്ന് എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ ഒരു ആവശ്യമാണ്. അത് നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് നിന്ന് മാറി ഒന്ന് ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു അനൂപേ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിക്കണം. കാരണം ഇത്രയും പൂർണ്ണ പരാജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പോലും നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും പറയുന്നത് വോട്ട് ചോരി അത് ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇന്നലെ അജിംസ് നടത്തിയ ഒരു ചർച്ചയുണ്ട്. ഞാൻ മലയാള ചർച്ച പൊതുവേ കാണാറില്ല, കാരണം അതിൽ വേറൊരു അജണ്ട പിടിച്ചുകൊണ്ടിരിക്കും പോകുക. അജിംസിന്റെ ചർച്ചയിൽ ഇന്നലെ വന്നൊരു കാര്യം വോട്ട് പെർസെൻറ്റേജും സീറ്റും തമ്മിലുള്ള ഒരു വിഷയമായിരുന്നു. അപ്പോൾ അജിംസ് പോലും ഈ കോൺഗ്രസിന്റെ നെറേറ്റീവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം വോട്ട് പെർസെൻറ്റേജും സീറ്റും എന്ന് പറയുമ്പോൾ അത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. പക്ഷേ അതിനെ എടുത്തിട്ട് ഈ ഫേസ്ബുക്കിൽ വരുന്ന കോൺഗ്രസിന്റെ നെറേറ്റീവ് ഒക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വലിയ വിഷമമുണ്ട് കാണാൻ. പക്ഷേ യാഥാർത്ഥ്യം മനുഷ്യൻ, അതല്ലേ കേരളത്തിലെ ആളുകളെങ്കിലും മനസ്സിലാക്കണം. ഈ ചർച്ച ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സീറ്റുകളും തമ്മിലുള്ള താരതമ്യത്തിൽ എനിക്ക് അത് വാദിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇപ്പോൾ തീർച്ചയായിട്ടും വോട്ട് പെർസെൻറ്റേജ് കൂടിയുള്ള പാർട്ടിക്ക് സീറ്റ് കൂടുതൽ കിട്ടുന്ന ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ അല്ലാത്ത ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ഒരു നല്ല ഉദാഹരണമായിരുന്നു.
എന്റെ പ്രശ്നം അവിടെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത് അജിംസിനെ അറിയാം. വോട്ട് പെർസെന്റേജിൽ ചെറിയ മാറ്റങ്ങൾ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പാർട്ടി കൂടുതൽ സീറ്റുകളിൽ ജയിച്ചാലും ഒരു ഡിവാസ്റ്റേറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പാർട്ടികളും പോകാറില്ല, BJPയും പോകാറില്ല. ഇവിടെ അത് സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ അജിംസിനോട് ചെറിയ ഉദാഹരണം പറയാം. ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ഞാൻ അത് ക്ലിയർ ചെയ്യാം. ഞാനും അജിംസും ഒരു ചെറിയ സംസ്ഥാനത്ത്, ലെറ്റ്സ് സേ ഒരു 10 മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് മത്സരിക്കുന്നു. 9 മണ്ഡലങ്ങളിൽ ഞാൻ ജയിക്കുന്നു, ഒരു മണ്ഡലത്തിൽ അജിംസ് ജയിക്കുന്നു. അജിംസിന്റെ പാർട്ടിക്ക് അവിടെ കിട്ടുന്നത് വലിയ തോതിലുള്ള വിജയമാണ്, വലിയ ഒരു ഹയർ മാർജിനുള്ള ഒരു വിജയമാണ്. എനിക്ക് അവിടെ ഭയങ്കര പൂർണ്ണ പരാജയമാണ്. മറ്റ് 9 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞാൻ 10 സീറ്റുകളുള്ള ഒരു സ്ഥലത്ത് 9 സ്ഥലത്തും ഇതും ജയിക്കുക, ഞാൻ ഒരു സ്ഥലത്ത് ജയിച്ചാൽ എനിക്ക് വോട്ട് പെർസെന്റേജ് കൂടുതലാണെങ്കിൽ അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ വോട്ട് ബാങ്ക് ഏതോ ഒരു ജിയോഗ്രഫിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടു, എന്റെ വോട്ടുകൾ ഒരു സ്ഥലത്തേക്ക് മാർജിനലൈസ് ചെയ്യപ്പെട്ടു, എല്ലായിടത്തും ഈവനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ്. അത് അസ്വാഭാവികമാണ്. അത്രയും ഞാൻ പറഞ്ഞോളൂ. ഇനി ഒരു കണ്ടീഷൻ കൂടെ അതിലേക്ക് വെക്കാം. അജിംസ് ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വോട്ടർ പെർസെൻറ്റേജ് കൂടുതലാണ്, വോട്ട് ചെയ്യുന്ന ആളുകളുടെ പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പം എന്ത് പറയും? അപ്പം അത്രയുള്ള കാര്യങ്ങൾ. അല്ല, പോപ്പുലേഷൻ ബീഹാറിൽ അതല്ല അനുഭവം. ബീഹാറിൽ SIR നടപ്പാക്കി, പ്രത്യേകിച്ച് മഹാഗഠബന്ധന്റെ സീറ്റുകളിലാണ് കൂടുതലായി വോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് തുടങ്ങിയ ആരോപണങ്ങൾ മാത്രമല്ല, തെളിവുകൾ സഹിതം റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ചിന്തിക്കാം, പിന്നെ സംസാരിക്കാം. ഞാൻ വരാങ്ങയിലേക്ക് ശ്രീ കെ ഷാജി, ഇന്നലെ മുതൽ ഈ റിസൾട്ട് പുറത്തു വന്നത് മുതൽ